ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നേ. അപ്പോൾ വലിയ ആഘോഷങ്ങളൊന്നും ഉണ്ടായില്ല, കേക്ക് കട്ടിങ് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും നമ്മുടെ മക്കൾ തരുന്ന സമ്മാനമാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ 3 പേരും എനിക്ക് ഗിഫ്റ്റ് തന്നായിരുന്നു. ട്യൂഷന് കൊണ്ടുപോകുന്നതിന് മുന്നേ ട്യൂഷൻ ജോലിക്കൊക്കെ പോയി കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോഴാണ് പൊന്നു എനിക്ക് ഈ ഗിഫ്റ്റ് തന്നത്. അവൾ മേമയുടെ കൂടെ പോയിട്ട് വാങ്ങി വെച്ചതാണേ, ഞാൻ അറിഞ്ഞു പോലും ഇല്ലായിരുന്നു. നല്ല പേഴ്സാണ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടെ. നല്ലപോലെ ഫോണൊക്കെ വെക്കാനായിട്ട് പറ്റണുണ്ട്. നല്ല ഭംഗിയുള്ള പേഴ്സാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കളറും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാ. അതുപോലെ അവളെ ട്യൂഷനാക്കി കഴിഞ്ഞ് ഞാൻ സീമയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ 2 പേരും നോക്കിയിരിക്കണമായിരുന്നു. ഞാൻ ചെന്നില്ലെങ്കിലോ എന്നോർത്ത് ചോദിച്ചുകൊണ്ടിരിക്കണമായിരുന്നു, ചേച്ചമ്മ എപ്പോഴാണ് വരണേ, ചേച്ചമ്മ എപ്പോഴാണ് വരണേന്ന്. അങ്ങനെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ വേഗം ഓരോരുത്തരായിട്ട് കൊണ്ടുവന്ന് തരണേ കേട്ടോ. കുറേ ദിവസങ്ങളായി 2 പേരും സൂക്ഷിച്ച് ഇത് ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു വെക്കണം ട്ടാ. ഞാൻ ചെല്ലുമ്പം എന്നോട് പറയല്ലേ പറയല്ലേ എന്ന് പറഞ്ഞ് അമ്മേനോട് സ്വകാര്യം പറയണതൊക്കെ ഞാൻ കേൾക്കണുണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ ഇതൊന്നും പോയില്ല. അങ്ങനെ സ്റ്റാനിമോളുടെ ഊഴം കഴിഞ്ഞപ്പോഴേക്കും സ്റ്റീവൂട്ടനാണ് കൊണ്ടുവന്ന് തന്നത്. അവൻ എന്നെ കളിയാക്കിക്കൊണ്ടൊരു പാട്ടൊക്കെ പാടിയിട്ടാണ് ട്ടാ എനിക്ക് ഗിഫ്റ്റ് തന്നത്. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ തുറന്നു നോക്കാൻ അപ്പം തന്നെ തുറന്നു നോക്കണം, എന്നിട്ട് അഭിപ്രായമൊക്കെ പറയണം. അപ്പം തന്നെ തുറന്നു നോക്കാൻ പറഞ്ഞ് അപ്പോൾ ഒരാളുടെ കാർഡ് നോക്കിയപ്പോഴേക്കും കളറൊന്നും ചെയ്യാത്തതായിരുന്നെങ്കിലും അവൻ നന്നായിട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ സ്റ്റാനിമോളാണെങ്കിലും കഴിഞ്ഞ തവണ എനിക്ക് തന്നതിൽ കളർ ചെയ്യാത്ത എന്താണെന്ന് ഞാൻ ചോദിച്ച കാരണം ഇത്തവണ അവൾ മറക്കാതെ കളറൊക്കെ ചെയ്തിട്ടാണ് ട്ടോ എനിക്ക് കാർഡ് തന്നത്. അപ്പോൾ സ്റ്റീവൂട്ടൻ തന്നത് ഒരു പെർഫ്യൂമാണേ, നല്ലതായിരുന്നേ. അതുപോലെ സ്റ്റാനിമോൾ തന്നത് ഒരു സിറാമിക്കിൻ്റെ ഒരു കപ്പാണ് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ളൊരു കപ്പാണേ. അപ്പോൾ 2 പേരുടെയും ഗിഫ്റ്റൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. 3 പേരും ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കണമായിരുന്നല്ലോ, ഇങ്ങനെ ചെറിയ ഗിഫ്റ്റുകളൊക്കെ ഇങ്ങനെ സ്വരുക്കൂട്ടി വെച്ചിട്ട്. നമ്മുടെയൊന്നും ചെറുപ്പത്തിൽ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എൻ്റെയൊന്നും ചെറുപ്പത്തിൽ ഞാൻ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഞാനാണെങ്കിലും സീമയാണെങ്കിലും ചെറിയ മിഠായി വിതരണങ്ങളിലൂടെ, അല്ലെങ്കിൽ മെയിനായിട്ട് പള്ളിയിൽ പോകണം, പ്രാർത്ഥിക്കണം, നമ്മുടെ മുതിർന്നവർക്കൊക്കെ സ്തുതി കൊടുക്കണം. ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലത്തെ ആഘോഷങ്ങൾ. പിന്നെ അമ്മച്ചി സേമിയ പായസം വയ്ക്കും, ചിലപ്പോൾ പരിപ്പ് പായസം വയ്ക്കും. ഇതിലപ്പുറമുള്ള ആഘോഷങ്ങൾ, ആ ഗിഫ്റ്റ് കൊടുക്കൽ അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല. പുത്തനുടുപ്പ് പോലും ചിലപ്പോഴേ ഉണ്ടാവാറുള്ളൂ, ചിലപ്പോൾ ഉണ്ടാവാറില്ല. പക്ഷെ ഇപ്പോഴങ്ങനെയല്ലല്ലോ. ഇന്ന് ഞാൻ പുതിയുടുപ്പൊന്നും അല്ല ഇട്ടിരിക്കുന്നത്, എങ്കിലും ഇപ്പോഴായി പിന്നെ മിക്കവാറും അങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാ കാര്യങ്ങൾക്കും പുതിയ ഉടുപ്പും പുതിയ സമ്മാനങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത്. പഴയ കാലത്തിൽ നിന്ന് എന്തോരം വ്യത്യാസം വന്നല്ലേ. സ്റ്റാനിമോൾ എനിക്ക് ഗിഫ്റ്റ് തന്നപ്പോഴേക്കും പ്രത്യേകം പറഞ്ഞു തന്നിട്ട് ഇത് ആർക്കും കൊടുക്കരുത്, ചേച്ചമ്മ തന്നെ ഉപയോഗിക്കണം എന്ന്. കാരണം വേറൊന്നുമല്ല, ഞാനത് പൊന്നിന് കൊടുക്കുമെന്ന് തോന്നിയിട്ട് തന്നെയാണ് കേട്ടോ അവൾ അങ്ങനെ പറഞ്ഞത്. അതൊക്കെ കഴിഞ്ഞ് ഞാനും സീമയും കൂടി ഒന്ന് പുറത്ത് പോയായിരുന്നേ. അപ്പോൾ അങ്ങനെ 2-3 കടകളിലൊക്കെ കയറി കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ടയേർഡായി. അപ്പോൾ ഞാൻ പറഞ്ഞു കുറേ നാളായില്ലേ ഫലൂഡ കഴിച്ചിട്ട്, നമുക്കൊരു ഫലൂഡ കഴിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പേട്ടയിലുള്ള റോയൽ ബേക്കറി കയറി ഒരു ഫലൂഡ ഓർഡർ ചെയ്ത് കുറച്ചധികം നേരം ഇരിക്കേണ്ടി വന്നു. പക്ഷെ നല്ല ഫലൂഡ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്